ഈ പി വി അൻവർ ഒരു സംഭവമാണ്. അൻവറിന്റെ മൂട്ടിൽ റോക്കറ്റ് വെച്ച് കെട്ടി ശൂന്യാകാശത്തേക്ക് വിട്ടിട്ട് കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് കോൺഗ്രസ്. അൻവറിന്റെ അഹങ്കാരത്തിന് ഇതൊരു ചെറിയ മരുന്ന് മാത്രമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പ്രശ്നവുമായിരുന്നു. ഏതാണ്ട് 9 വർഷം കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടന്നിരുന്നവരെയാണ് വെല്ലുവിളിച്ച് അൻവർ പുറത്തു ചാടിയത്. അന്ന് സന്തോഷത്തോടെ മാടി വിളിച്ച കോൺഗ്രസുകാർ ഈ ചതി ചെയ്യുമെന്ന് അൻവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച, അത് പണ്ടേയുള്ള ഒരു പ്രയോഗമാണ്. അൻവറിനും അത് തന്നെയാണ് സംഭവിച്ചത്. CPM-ൽ നിന്നും, പ്രത്യേകിച്ച് ഇടതുമുന്നണിയിൽ നിന്നും ചാടുമ്പോൾ ഓർക്കണമായിരുന്നു, താനൊരു വലിയ സംഭവമാണെന്ന് അൻവറിന് തന്നെ തോന്നി തുടങ്ങിയപ്പോഴാണ് ഇടതുമുന്നണിയെ ഉപേക്ഷിച്ച് UDF-ൽ പ്രവേശനം തേടി വിഷാം ദേഹിയെ പോലെ ഇപ്പോൾ നടക്കുന്നത്. അൻവർ ആരെ നിർത്തരുതെന്ന് ഉദ്ദേശിച്ചോ ആ ആളെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതാണ് കോൺഗ്രസിന്റെ മിടുക്ക്. സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് തങ്ങൾ വഴങ്ങിയില്ലെന്ന് കോൺഗ്രസ് ഒരിക്കൽ കൂടി തെളിയിച്ചു. ചേലക്കരയിലും പാലക്കാട്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ ഈ പാഠം പഠിക്കേണ്ടതായിരുന്നു. ഇതാണ് പറയുന്നത്, കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയുമെന്ന്. ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ എടുക്കാച്ചിറക്കായി മാറിയില്ലേ പി വി അൻവർ? കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കോൺഗ്രസ് ചെയ്തത് ശരി തന്നെയാണ്. ലീഗിന്റെ അടിമയാണ് കോൺഗ്രസ് എന്ന് പൊതുവെ ഒരു സംസാരം ഉള്ളപ്പോൾ അതിലുപരി ഓരോ ലീഗുകാരന്റെയും അടിമയാണെന്ന ചീത്തപ്പേര് മേടിച്ചു വയ്ക്കാതെ ഈ പ്രശ്നം അങ്ങ് അവസാനിപ്പിച്ചു. ഇനിയാണ് അൻവറിന്റെ കളി കാണാൻ പോകുന്നത്. അൻവർ നിലയില്ലാ കയത്തിൽ മുങ്ങിയാണ് നിൽക്കുന്നത്. ഒന്നുകിൽ സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി, അല്ലെങ്കിൽ സ്വയം നിന്ന് ഇതിന് പ്രതികാരം വീട്ടണം. അങ്ങനെ ചെയ്താലും ചെയ്തില്ലേലും ആ ഒരു കാരണം കൊണ്ട് തന്നെ അൻവറിന്റെ വില ജനം തിരിച്ചറിയും. അൻവറിനെ ഇനി UDF-ൽ എടുക്കുന്ന കാര്യമാണ് ചർച്ചയിൽ നിൽക്കുന്നത്. അതും ചെറുവരലിൽ ഒതുക്കുകയാണ് കോൺഗ്രസിന് നല്ലത്. കോൺഗ്രസിന്റെ ഈ പ്രവൃത്തി മറ്റുള്ളവരും കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. പ്ലാവില കാട്ടി ആട്ടിൻകുട്ടിയെ അറക്കാൻ കൊണ്ടുപോകുന്നത് പോലെ മുഴുവൻ കാര്യങ്ങളിലും അൻവറിനെ പ്രോത്സാഹിപ്പിച്ച് അവസാനം വഴിയാധാരമാക്കി. ഇതിൽ ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റിയത് അൻവറിനെ വിശ്വസിച്ച് കൂടെ കൂടിയവർക്കാണ്. പഴയ കേരള കോൺഗ്രസ് കുതിരകളായ മഞ്ഞക്കടമ്പനും VS മനോജും അവരെല്ലാം ഇനി ഏത് വഴിക്ക് പോകുമെന്നാണ് അന്വേഷിക്കേണ്ടത്. അൻവറിന്റെ അഹങ്കാരവും വിവരദോഷവുമാണ് ഇതിനെല്ലാം കാരണമായി തീർന്നത്. മെയ്വഴക്കമുള്ള സർക്കസ് അഭ്യാസിയെ പോലെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ അൻവർ പഠിച്ചിട്ടില്ല. രാഷ്ട്രീയത്തിലെ ആദ്യ പാഠം വളയ്ക്കുകയേ ചെയ്യാവൂ, പൊടിക്കരുതെന്നാണ്. അൻവർ അത്യാഗ്രഹം മൂലം അവനവന്റെ നിലവാരം മനസ്സിലാക്കാതെ ഏറ്റുമുട്ടാൻ പോകുന്നതാണ് പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണം. ഇനിയെങ്കിലും ധാർഷ്ട്യം ഒഴിവാക്കി സമാധാനത്തിന്റെ പാതയിൽ പോയാൽ ആരെങ്കിലുമൊക്കെ കൂടെ കൂട്ടും. ഇനി വഴിയാധാരമാകാൻ പോകുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ്. ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസുകാർ കണ്ണും കാതും കാണിച്ച് വീഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അരമനകളിൽ കയറി ഇറങ്ങിയ സഭാ അധികാരികളെ കൊണ്ട് ജോസിനെ നിർബന്ധിപ്പിക്കാനുള്ള വഴികളും തകൃതിയായി നടക്കുന്നു. ഒടുവിൽ ജോസ് എങ്ങാനും കൂടെ പോയാൽ അൻവറിന് കിട്ടിയതിനേക്കാളും വലിയ സ്വീകരണമായിരിക്കും കിട്ടാൻ പോകുന്നത്. പാലായിൽ കഴിഞ്ഞ തവണ വാസവനാണ് തോൽപ്പിച്ചതെങ്കിൽ അടുത്ത തവണ അത് വാഴക്കനിലേക്ക് മാറുമെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടിലും വായുണ്ട്. ചരിത്രത്തിൽ പോലും ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നോ എന്ന് ചിന്തിക്കുന്ന വിധത്തിൽ അവർ അവസാനിപ്പിച്ചു കളയും. കോൺഗ്രസ് എന്തെല്ലാം നമ്പറുകൾ കാണിച്ചാലും 26-ലെ തെരഞ്ഞെടുപ്പിൽ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ പറയേണ്ടി വരില്ലെന്നാണ് പൊതുജനത്തിന്റെ അഭിപ്രായം. അൻവറായി കൊണ്ടുവന്ന് തന്ന നിലമ്പൂർ എന്ന അവസരം ഫലപ്രദമായി ഉപയോഗിച്ചാൽ മാത്രമേ പിടിച്ചു നിർത്താൻ സാധിക്കൂ. വലിയ ഭൂരിപക്ഷത്തോടെ നിലമ്പൂരിൽ വിജയിച്ചില്ലെങ്കിൽ അതൊരു വിജയമായി ആരും കണക്കുകൂട്ടുകയില്ല. നിലമ്പൂരിൽ പഴയ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആയിരുന്ന പ്രകാശിന്റെ ഭാര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വിചാരിച്ചതിലധികം പേർ കണ്ടു കഴിഞ്ഞു. അവർ പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ ന്യായവുമാണ്. തൃക്കാക്കരയിൽ PT തോമസിന്റെ ഭാര്യയ്ക്കും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മകനും പിന്തുടർച്ചാവകാശം കൊടുക്കാമെങ്കിൽ പ്രകാശിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും എന്താണ് ഒരു അയിത്തം? ചോദിച്ചൊന്നേ ഉള്ളൂ.